കൊല്ലത്ത് ഭാര്യയെ ശല്യപ്പെടുത്തിയ യുവാവിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ച് കൊന്നുകളഞ്ഞു. കൊട്ടിയം നടുവിലക്കര സ്വദേശി ദിലീപാണ് കൊല്ലപ്പെട്ടത്. വിലവൂർക്കോണം സ്വദേശി വരുൺ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. രാഹുൽ ജി നാഥുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, കൊല്ലത്ത് നിന്ന് ഈ കൊലപാതകത്തിന്റെ വാർത്ത ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയെ ശല്യപ്പെടുത്തുന്ന യുവാവിനെ വിളിച്ചു വരുത്തി ചോദ്യം അല്ലെങ്കിൽ എന്ത് സംഭവിച്ചുവെന്ന് ചോദിക്കാം. പക്ഷേ മർദ്ദിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ന്യായീകരിക്കാനാകില്ല. എന്താണ് പോലീസ് പറയുന്നത്? എന്തായാലും അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടമാണ്. ആ സമയത്താണ് ഇപ്പോൾ എന്തായാലും ഭാര്യയെ ശല്യപ്പെടുത്തിയ ആളെ വിളിച്ചു വരുത്തിക്കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത ചാത്തന്നൂരിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട മൊബൈലിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള വിലവൂർക്കോണം സ്വദേശി വരുണിന്റെ ഭാര്യയ്ക്ക് ഈ പറയുന്ന ആൾ മെസ്സേജ് അയക്കുന്നു, യുവാവ് മെസ്സേജ് അയക്കുന്നു. ആ യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. വിളിച്ചു വരുത്തിയത് സുഹൃത്തിന്റെ വാടക വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു കൂട്ടമർദ്ദനം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം ഇവർ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ ശരീരത്തിൽ ഈ ക്ഷതമേറ്റ പാടുകൾ ഡോക്ടർ കാണുന്നത്. അങ്ങനെ ഡോക്ടർ തന്നെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. ശേഷം ഇതിനെ തുടർന്നാണ് കൂടുതൽ പരിശോധനയിൽ മാത്രമേ ഈ മർദ്ദന കാരണമാണോ മരണത്തിന് കാരണമായെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോഴും പ്രശ്നം അങ്ങനെ നിലനിൽക്കുകയാണ്. നിലവിൽ എന്തായാലും ഈ കൊട്ടിയം നടുവിലക്കര സ്വദേശി ദിലീപിനാണ് ജീവൻ നഷ്ടമായത്. ഒപ്പം ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് കല്ലുവാഴക്കൽ വിലവൂർക്കോണം സ്വദേശി വരുൺ നിലവിൽ കസ്റ്റഡിയിലാണ്. പോലീസ് എന്തായാലും പ്രാഥമികഘട്ട അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കൂടുതൽ അന്വേഷണത്തിൽ മരണകാരണവും ഒപ്പം പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ ഈ മർദ്ദനം തന്നെയാണ് മരണകാരണമെന്ന് പറയുന്നു. ഒപ്പം മറ്റു കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരിലേക്ക് കൂടി അന്വേഷണം നീളുമെന്നാണ് അറിയിക്കുന്നത്.